Hello everyone, welcome once again to my channel Incredible English. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ, ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ട്രാഫിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. നോട്ട് ഓൺലി ദിസ്, നമ്മൾ ഒരാളോട് ലിഫ്റ്റ് ചോദിച്ച് നമ്മൾ പോവാണ്, അതിന് നമ്മളൊരു സിംഗിൾ വേർഡ് പറയും, വാട്ട്സ് ദാറ്റ്. ഓൾസോ നമ്മൾ ബാക്കിലിരുന്ന ലിഫ്റ്റ് ചോദിച്ചതുപോലെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്നു, ആ ബാക്കിലിരിക്കുന്ന ആൾക്ക് പറയുന്ന ഒരു സിംഗിൾ വേർഡ് ഉണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ, ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോസ് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഷെയർ ചെയ്താൽ മാത്രം പോരാ, നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി വരുന്ന വീഡിയോസും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഓൾറെഡി പ്ലേലിസ്റ്റിൽ കമ്മ്യൂണിക്കേഷന് തന്നെ ഹെൽപ്ഫുൾ ആവുന്ന കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ വൊക്കാബുലറീസ്, അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ബോർഡിൽ എഴുതിയിരിക്കുന്നത് ലെജിബിൾ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനോടൊപ്പം ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം ഇന്ന് ആദ്യം നമ്മൾ പറയണത്, നമ്മൾ ബസ്സിൽ കയറി, നമ്മൾ ബസ്സിലാണ്, ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ കാലിടറി. നമുക്ക് നോക്കാം അതെങ്ങനെ പറയാമെന്ന്. അവൾ ബസ്സിൽ നിന്നിറങ്ങി. അവൾ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഷീ. അവൾ ബസ്സിൽ നിന്നിറങ്ങി. ഷീ നിന്നിറങ്ങി. alighted from. ഷീ alighted from the bus. അവൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ എൻ്റെ കാലിടറി. സംഭവിക്കാവുന്നൊരു കാര്യമാണ്, പലർക്ക് സംഭവിച്ചിട്ടുള്ളതുമായിരിക്കും. അപ്പോൾ അത് നമ്മളെങ്ങനെ പറയും? I stumbled when I alighted from the bus. അപ്പം ഇടറി, കാലിടറി, അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സിംഗിൾ വേർഡ് സ്റ്റംബിൾഡ് എന്നാണ്. ആൻഡ് നിന്നിറങ്ങിയപ്പോൾ എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് യൂസ് ചെയ്തിരിക്കുന്നു? വെൻ. ഐ സ്റ്റംബിൾഡ് വെൻ ഐ എലൈറ്റഡ് ഫ്രം ദ ബസ്. മറ്റൊരു ആ സെൻറ്റൻസ് തന്നെ, എലൈറ്റഡ് ഫ്രം ദ ബസ്. ഓക്കെ. അടുത്തത്, ഞാൻ ബസ്സിലാണ്. യെസ്, ഞാനിപ്പോൾ ബസ്സിൽ. ഒരാൾ നമ്മളെ വിളിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞെന്താ? ഞാനിപ്പോൾ ബസ്സിലാണ്. ഞാൻ ബസ്സിലാണ്. എങ്ങനെ പറയും? ഐ ആം ഓൺ ബസ്. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ഓൺ ബസ്സോ? ഇൻ ബസ്സല്ലേ? അല്ല, അവിടെ നമ്മൾ പറയണത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്, അല്ലേ? നമ്മൾ ബസ്സിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണത് ഐ ആം ഓൺ ബസ് എന്ന് തന്നെയാണ്. നെക്സ്റ്റ്, നമ്മൾ റോഡിൽ പോകുമ്പം എപ്പോഴും നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്, അല്ലേ? എസ്പെഷ്യലി നമ്മൾ ട്രാഫിക് സിഗ്നലിൽ കിടക്കുമ്പം സിഗ്നൽ മാറിക്കഴിയുമ്പം പെട്ടെന്ന് തന്നെ കേട്ടു തുടങ്ങുന്നൊരു കാര്യമാണ്. എന്താണ്? ബാക്കിലുള്ള വെഹിക്കിൾസിൽ നിന്നുള്ള ഹോൺ, അല്ലേ? അപ്പം ഈ ഹോൺ അടിക്കുക അല്ലെങ്കിൽ ഹോൺ മുഴക്കുക, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയണേ? എങ്ങനെ പറയും? സൗണ്ട് ദ ഹോൺ. പ്ലീസ് ഡു നോട്ട് സൗണ്ട് ദ ഹോൺ. അപ്പം സൗണ്ട് ദ ഹോൺ എന്ന് പറഞ്ഞാൽ ഹോൺ മുഴക്കുക, അല്ലെങ്കിൽ ഹോൺ അടിക്കുന്നതിന് നമ്മൾ സൗണ്ട് ദ ഹോൺ എന്ന് പറയുന്നു. ഓക്കെ. അടുത്തൊരു ഡിഫിക്കൽറ്റി, അല്ലേ? നമ്മൾ തിരക്കേറിയ സമയത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പാർക്ക് ചെയ്യാനൊരു സ്പോട്ട് കണ്ടെത്തുക എന്നുള്ളത് വളരെയധികം ഡിഫിക്കൽട്ടാണ്. തിരക്കേറിയ സമയം അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുക? പീക്ക് അവേഴ്സ്. എന്താണ്? പീക്ക് അവേഴ്സ്. PEAK. Finding a parking spot during peak hours is often difficult. തിരക്കേറിയ സമയമാണെന്നല്ല, തിരക്കേറിയ സമയം ആകുമ്പോൾ പാർക്കിംഗ് സ്പോട്ട് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഏതൊക്കെയാണ്? സൗണ്ട് ദ ഹോണും പീക്ക് അവേഴ്സും. ഇന്നലെ എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി. ഇന്നലെ എന്നുള്ളത് കൊണ്ട് യെസ്റ്റർഡേ. ഇന്നലെ എൻ്റെ മൈ കാർ. യെസ്റ്റർഡേ മൈ കാർ ബ്രേക്ക് ഡൗൺ ആയി. ബാക്കി അതുപോലെ തന്നെ. മൈ കാർ ബ്രോക്ക് ഡൗൺ യെസ്റ്റർഡേ. ബ്രോക്ക് പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, V2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രോക്ക്. അടുത്തത്,
എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി, അതുകൊണ്ട് ഞാൻ വരാൻ താമസിക്കും. എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി, ഇപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ എങ്ങനെ വരും നമ്മൾ? മൈ കാർ ഹാസ് ബ്രോക്കൺ ഡൗൺ സോ ഐ വിൽ ബി ലേറ്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഹാസ് ബ്രോക്കൺ എന്നാണ്. ഇന്നലെ എന്നുള്ളത് പാസ്റ്റ് ആയിരുന്നപ്പോൾ V2 ബ്രോക്ക് എന്ന് യൂസ് ചെയ്തു. ഇവിടെ എന്താണ്? ഹാസ് പ്ലസ് V3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ടെൻസ് ഫോമാണ്? ദാറ്റ് ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാനൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ഹാസ് ബ്രോക്കൺ എന്ന് വന്നു എന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, മൈ കാർ ഹാസ് ബ്രോക്കൺ ഡൗൺ സോ ഐ വിൽ ബി ലേറ്റ്. എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ട് ഞാൻ താമസിക്കും. നെക്സ്റ്റ്, എൻ്റെ കാർ ഭിത്തിയിലുരഞ്ഞു. സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഉരഞ്ഞു പോവും, എവിടെയെങ്കിലും ഉരഞ്ഞു. അതിന് നമ്മൾ എന്ത് പറയും? ഗ്രേസ്ഡ്. വേറൊരു ഗ്രേസിങ് ഉണ്ട് മേയുന്നതിന്, അതിന് ഗ്രേസിങ് എന്ന് പറയും. പശു മേയുന്നതിന് നമ്മൾ ഗ്രേസിങ് എന്ന് പറയും, അത് വേറെയാണ്. ഇവിടെ അത് സെയിം വേർഡാണ് വന്നിരിക്കുന്നത്. മൈ കാർ ഗ്രേസ്ഡ് അലോങ് ദ വോൾ എന്ന് പറഞ്ഞാൽ ഭിത്തിയിൽ ഉരഞ്ഞു. അടുത്തത്, കാർ ബസ് ഷെഡിൽ ഇടിച്ചു കയറി. എപ്പോഴും കേട്ടു, ഒത്തിരി ഇൻസിഡൻസ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കാർ ബസ് ഷെഡിലേക്ക് ഇടിച്ചു കയറി, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി. എങ്ങനെ പറയും? ദ കാർ റാംസ് ഇൻ ടു ദ ബസ് ഷെഡ്. ഇവിടുത്തെ വേർഡ് ഏതാണ്? റാംസ് ഇൻ ടു, RAMS, റാംസ് ഇൻ ടു. ഓക്കെ, അടുത്തത്, ബസ് തിങ്ങി നിറഞ്ഞാണ് ബസ് വരുന്നത്. ആ ബസ് തിങ്ങി നിറഞ്ഞാണ് വരുന്നത്. ദ ബസ് ഈസ് ഓവർ ക്രൗഡഡ്. എന്താണ് വേർഡ്? ഓവർ ക്രൗഡഡ്. എല്ലാ ബസ്സുകളും തിങ്ങി നിറഞ്ഞാണ് വരുന്നത്. ബസ്സസ് ആർ ഓവർ ക്രൗഡഡ്. അപ്പോൾ ഇവിടെ സിംഗുലർ ബസ് ആയതുകൊണ്ട് ഈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബസ് ഈസ് ഓവർ ക്രൗഡഡ്. ഇപ്പോൾ പറഞ്ഞ വേർഡ്സ് ഏതൊക്കെയാണ്? ഗ്രേസ്ഡ് അലോങ് എന്ന് പറഞ്ഞാൽ ഭിത്തിയിലൊക്കെ ഉരയുന്നതിന്, കാറിൻ്റെ സൈഡോ ഏതെങ്കിലും വെഹിക്കിളിൻ്റെ സൈഡ് ഉരയുന്നതിന് നമ്മൾ ഗ്രേസ്ഡ് അലോങ് എന്ന് പറഞ്ഞു. ബസ് ഷെഡിൽ ഇടിച്ചു കയറുന്നതിന് നമ്മൾ റാംസ് ഇൻ ടു എന്നാണ് പറയുന്നത്, ഇടിച്ചു കയറുക. ഓക്കെ, അടുത്തത്, ബസ് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ബസ് ഓവർ ക്രൗഡഡ് ആണ്. ഇറ്റ് ഈസ് ഓവർ ക്രൗഡഡ്. റോഡിൽ കുഴികൾ ഉണ്ട്, ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ഉള്ള കാര്യമാണ് അല്ലേ? ആ കുഴികൾക്ക് നമ്മൾ എന്തെന്ന് പറയും? പോട്ട് ഹോൾസ്. POTHOLES, പോട്ട് ഹോൾസ്. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ പറയണത്? ദ റോഡ് ഈസ് ഫുൾ ഓഫ് പോട്ട് ഹോൾസ് സോ ഡ്രൈവ് കെയർഫുള്ളി. ഒത്തിരി കുഴികളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചു വാഹനം ഓടിക്കുക. ഫുൾ ഓഫ് പോട്ട് ഹോൾസ്. ഓക്കെ, അടുത്തത്, ഗതാഗത നിയന്ത്രണം പ്രചാരത്തിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഗതാഗത നിയന്ത്രണം വരാറുണ്ട്. അപ്പോൾ ഈ പ്രചാരത്തിലുണ്ട്, അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് വോഗ്, VOGUE. ഗതാഗത നിയന്ത്രണം, ട്രാഫിക് റെഗുലേഷൻ. സോ ട്രാഫിക് റെഗുലേഷൻ ഈസ് ഇൻ വോഗ്. അശ്രദ്ധമായി വാഹനം ഓടിക്കുക, നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ്. സാഹസികമായി വാഹനം ഓടിക്കൽ, റാഷ് ഡ്രൈവിംഗ്. സാഹസികത എന്ന് പറയുമ്പം അഡ്വെഞ്ചറസ് എന്നൊരു വേർഡ് ഉണ്ട്. നമ്മൾ ഈ റാഷ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പം ഒട്ടും ശ്രദ്ധിക്കാതെ, സിഗ്നൽസ് ഒന്നും ഒബേ ചെയ്യാതെ, ട്രാഫിക് റൂൾസ് ഒന്നും ഒബേ ചെയ്യാതെ, അതെല്ലാം വയലേറ്റ് ചെയ്ത് അതൊക്കെ തെറ്റിച്ചുകൊണ്ട് ഓടിക്കുന്നതിനെയാണ് നമ്മൾ റാഷ് ഡ്രൈവിങ്ങിനകത്ത് പെടുത്തുന്നത്. അപ്പോൾ സാഹസികമായി വാഹനം ഓടിക്കുക, എന്തും വരട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ്, അതിനെ നമ്മൾ റാഷ് ഡ്രൈവിംഗ് എന്ന് പറയാം. ഓക്കെ, റോഡ് വീതി കൂട്ടൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അല്ലേ? റോഡിനെ വീതി കൂട്ടുക. അതിന് നമ്മൾ എന്ത് പറയും? വൈഡനിങ് ആക്ടിവിറ്റീസ്. റോഡ് വൈഡനിങ് ആക്ടിവിറ്റീസ് പുരോഗമിക്കുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങി കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ നമുക്ക് അണ്ടർ വേ എന്നൊരു വേർഡ് യൂസ് ചെയ്യാം. അണ്ടർ വേ. നമ്മൾ ഇതിനു മുമ്പ് വൊക്കാബുലറീസിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അണ്ടർ വേ എന്നുള്ള വേർഡ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായി കാണും. പ്രോഗ്രസിങ് എന്നൊരു വേർഡും ഉണ്ട്. പ്രോഗ്രസിങ് എന്ന് പറഞ്ഞാൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു തന്നെയാണ്. അണ്ടർ വേ എന്ന് പറഞ്ഞാൽ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അണ്ടർ വേ. റോഡ് വൈഡനിങ് ആക്ടിവിറ്റീസ് ആർ അണ്ടർ വേ. ഇപ്പോൾ വൈഡനിങ് എന്താണ്? വീതി കൂട്ടൽ. അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നു, അശ്രദ്ധ, നെഗ്ലിജൻറ്റ്, സാഹസികം, റാഷ്. പിന്നെ പുരോഗമിക്കുന്നതിന് അണ്ടർ വേ എന്നൊരു വേർഡ് കൂടെ നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് വേർഡ്സ് ആണ് നോക്കാൻ പോകുന്നത്, റോഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നോക്കാം. ആദ്യത്തേത് ഹിച്ച് ഹൈക്ക്. A ride. Hitchhike, a ride. Her car has broken down, so she has to hitchhike back home. അപ്പോൾ എന്താണ് hitchhike?
ഹിച്ച് ഹൈക്ക് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ചോദിച്ചു പോകുന്നതിനെയാണ് ഹിച്ച് ഹൈക്ക് എന്ന് പറയുന്നത്. വേറൊരാളുടെ വാഹനത്തിൽ ലിഫ്റ്റ് ചോദിച്ച് നമ്മൾ കയറി അങ്ങനെയുള്ള യാത്രയാണ് നമ്മൾ ഹിച്ച് ഹൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷീ ഹാസ് ഹിച്ച് ഹൈക്ക് ബാക്ക് ഹോം. അടുത്തത് പില്യൺ റൈഡർ. പില്യൺ റൈഡർ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. എന്താണ് പില്യൺ റൈഡർ? ബൈക്കിന് പുറകിലിരുന്ന യാത്ര ചെയ്യുന്ന ആളെ, റൈഡ് ചെയ്യുന്ന ആളല്ല, റൈഡറിന് ബാക്കിലിരിക്കുന്ന ആളെ നമ്മൾ പില്യൺ റൈഡർ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാം റൈഡിങ് പില്യൺ. റൈഡിങ് പില്യൺ അല്ലെങ്കിൽ പില്യൺ റൈഡർ എന്ന് നമുക്ക് പറയാം. ഷീ റോഡ് പില്യൺ ഓൺ ഹെർ സൺസ് മോട്ടോർ ബൈക്ക്. ഷീ റോഡ് പില്യൺ എന്നും പറയാം. റോഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ആണ്. റൈഡ് പില്യൺ, റോഡ് പില്യൺ അല്ലെങ്കിൽ പില്യൺ റൈഡർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് റൺ ഓവർ. അതൊരു റൺ ഓവർ ഇൻസിഡൻ്റ് ആണ്. റൺ ഓവർ ഇൻസിഡൻ്റ് ആണ്. റൺ ഓവർ എന്ന് പറഞ്ഞാൽ വണ്ടി ഇടിച്ച് വീഴുന്ന ആളുടെ ദേഹത്തൂടെ വാഹനം തന്നെ കയറി ഇറങ്ങുന്നു. അതിനെയാണ് റൺ ഓവർ അല്ലെങ്കിൽ റാൻ ഓവർ എന്ന് പറയുന്നത്. വണ്ടി ഇടിച്ച് ദേഹത്തൂടെ കയറി ഇറങ്ങി അതിനെ നമ്മൾ റാൻ ഓവർ എന്ന് പറയുന്നു. അടുത്തത് ടോ. ടോ എന്ന് പറഞ്ഞാൽ കെട്ടി വലിച്ചു കൊണ്ടുപോവുക. ഇടിച്ച് വാഹനങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്? ടോഡ് ചെയ്താണ് കൊണ്ടുപോകണത്. TOWED, ടോഡ് എന്നാണ് അതിന് പറയുന്നത്. അടുത്തത് പെഡസ്ട്രിയൻ. അത് കേട്ടിട്ടുള്ള വേർഡായിരിക്കും. പെഡസ്ട്രിയൻ എന്ന് പറയുന്നത് ആരാണ്? കാൽനട യാത്രക്കാരെയാണ്, നമ്മൾ നടന്നു പോകുന്നവരെയാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. നമ്മൾ പറയും പെഡസ്ട്രിയൻസ് വോക്ക് വേ ആണത്, അവർ നടന്നു പോകുന്ന വഴിയാണത്, പെഡസ്ട്രിയൻസിനുള്ള വഴിയാണത്, കാൽനട യാത്രക്കാർക്കുള്ള പാതയാണത് എന്ന് നമ്മൾ പറയാറുണ്ട്, പെഡസ്ട്രിയൻ. ഓക്കെ, സ്നോൾഡ് അപ്പ് ട്രാഫിക്. SNARLED. സ്നോൾഡ് അപ്പ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തേക്കും ലോങ് ലൈൻ ഓഫ് ട്രാഫിക് ആണ്. ലോങ് ലൈൻ ഓഫ് ട്രാഫിക്, അതായത് രണ്ട് സൈഡിലേക്കും വാഹനങ്ങൾ നിരന്ന് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷന് നമുക്ക് സ്നോൾഡ് അപ്പ് ട്രാഫിക് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഒരു കേസ് കൂടെ ഇവിടെ പറയാനുണ്ട്. ഹിറ്റ് ആൻഡ് റൺ. ഹിറ്റ് ആൻഡ് റൺ പേര് പോലെ തന്നെയാണ്, ഇടിച്ചിട്ട് ഓടിക്കളയുക. ചില സിറ്റുവേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, ആക്സിഡൻറ്റ് ഉണ്ടായി, ദാറ്റ് ഇസ് എ എക്സാമ്പിൾ ഫോർ ഹിറ്റ് ആൻഡ് റൺ കേസ്. ദാറ്റ്സ് എ ഹിറ്റ് ആൻഡ് റൺ കേസ്. അതായത് വാഹനം ഓടിച്ചയാൾ ഇടിച്ചിട്ട് ഓടിക്കളയുക, അതാണ് ഹിറ്റ് ആൻഡ് റൺ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹിച്ച് ഹൈക്ക് എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ചോദിച്ചു പോകുന്നതിന്, പില്യൺ റൈഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബാക്കിലിരുന്ന, മോട്ടോർ ബൈക്കിലാണെങ്കിൽ ഏതാണെങ്കിലും അതിൻ്റെ ബാക്കിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളെ നമ്മൾ പില്യൺ റൈഡർ എന്ന് പറയും, അല്ലെങ്കിൽ റൈഡിങ് പില്യൺ എന്നും പറയാം. റൺ ഓവർ എന്ന് പറഞ്ഞാൽ വാഹനം ഇടിച്ച് ആളുടെ ദേഹത്തൂടെ കയറി ഇറങ്ങുന്നു. ടോ എന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ട വാഹനങ്ങളെ നമ്മൾ വേറൊരു വെഹിക്കിൾ യൂസ് ചെയ്ത് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടോ, കെട്ടി വലിക്കുക എന്നാണ് പറയുന്നത്. പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ കാൽനട യാത്രക്കാർ, നടന്നു പോകുന്ന ആൾക്കാരെയാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. സ്നോൾഡ് അപ്പ് ട്രാഫിക് എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും ലോങ് ലൈൻ ഓഫ് ട്രാഫിക്, ഇങ്ങനെ നീണ്ട് വരിയായി വാഹനങ്ങൾ കിടക്കുന്നതിനെ നമ്മൾ സ്നോൾഡ് അപ്പ് ട്രാഫിക് എന്ന് പറയുന്നു. ഹിറ്റ് ആൻഡ് റൺ എന്ന് പറഞ്ഞാൽ ഇടിച്ചിട്ട് നിർത്താതെ പോകുന്നു, അതാണ് ഹിറ്റ് ആൻഡ് റൺ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ, ഇനിയുമുണ്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. ഇന്ന് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ബോർഡിന് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ, ലെജിബിൾ അല്ല എങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പം നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു, കണ്ടവർക്കും താങ്ക് യു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻസ് അറിയിക്കുക. See you soon with another helpful video. Thank you.